ഹായ് ഫ്രണ്ട്സ്, KTUവിൻ്റെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 1ൻ്റെ മൊഡ്യൂൾ 1ൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ കമ്പോണൻ്റായ ബീംസിനെ കുറിച്ചും അതുപോലെ തന്നെ ടേംസ് യൂസ്ഡ് ഇൻ ബീംസ് അനാലിസിസ് ആൻഡ് ഡിസൈൻ. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ബീം എന്താണെന്ന് നോക്കാം. Beam is a horizontal structural member in a building to resist the lateral loads applied to the beam axis. Beam എന്ന് പറയുന്നത് ഒരു horizontal structural member ആണ്. അതായത് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫ്രെയിമിൻ്റെ ഇമേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ബീമും കോളവും കൂടി ചേരുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. സോ ഇത് ഒരു കോളമാണ്, ഇത് ബീമാണ്. സോ ബീമും കോളം കൂടി ചേർന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഫ്രെയിമിലെ ഈ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പറിനെ നമ്മൾ ബീം എന്ന് പറയും. സോ ബീമിന് മെയിനായിട്ടും ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലോഡാണ്. കാരണം എന്താ, നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ കേസ് എടുത്താൽ ഈ ബീമിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്, സ്ലാബ് വരുന്നത്. സോ ഈ സ്ലാബിൽ നിന്ന് വരുന്ന ലോഡ് എന്ന് പറയുന്നത് ബീമിലേക്ക് ആക്ട് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ലോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ വെർട്ടിക്കൽ ലോഡിനെയാണ് നമ്മൾ ലാറ്ററൽ ലോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ലോഡ് എന്ന് പറയുന്നത്. സോ ബീം ഈസ് എ ഹൊറിസോണ്ടൽ മെമ്പർ വിച്ച് ക്യാരി ട്രാൻസ്വേഴ്സ് ലോഡ്. ഒരു ട്രാൻസ്വേഴ്സ് ലോഡ് ക്യാരി ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് ബീം എന്ന്. ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കെട്ടിടത്തിൻ്റെ കോളം ബീമും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ മെമ്പറിനെ, ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് ബീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മെമ്പറിനെ എല്ലാം നമ്മൾ ബീം എന്നാണ് പറയുന്നത്. ബീം നമ്മൾ ലെങ്ത് വൈസ് നമ്മൾ ബീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിഡ്ത്ത് വൈസ് നമ്മൾ ബീം കൊടുക്കുന്നുണ്ട്. സോ ബീം ഈസ് എ ഹൊറിസോണ്ടൽ മെമ്പർ വിച്ച് ക്യാരീസ് വെർട്ടിക്കൽ ലോഡ്. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ബീംസ് ആണ് ഉള്ളതെന്ന് നോക്കാം. മെയിനായിട്ടും ബീം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ബീംസിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്, ദെൻ കാൻഡിലിവർ ബീംസ്, കണ്ടിന്യൂസ് ബീംസ്, ഓവർഹാങ്ങിങ് ബീംസ് ആൻഡ് ഫിക്സഡ് ബീംസ്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്. സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറയുന്നത് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന AB എന്ന് പറയുന്നതാണ് ബീം. ഈ ബീമിൽ സപ്പോർട്ടാണ്, രണ്ട് എൻഡിൽ സപ്പോർട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ സപ്പോർട്ട് ഒരു ഹിഞ്ച് സപ്പോർട്ടാണ്, രണ്ടാമത്തേത് ഒരു റോളർ സപ്പോർട്ടാണ്. സോ ഈ ബീം ഈ പറയുന്ന സപ്പോർട്ടിൽ സിംപ്ലി റെസ്റ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ളതിനാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാൻഡിലിവർ ബീംസ്. കാൻഡിലിവർ ബീംസ് എന്ന് പറഞ്ഞാൽ ബീമിൻ്റെ ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. അങ്ങനെയുള്ള ബീമിനെയാണ് നമ്മൾ കാൻഡിലിവർ ബീംസ് എന്ന് പറയുന്നത്. സോ വൺ എൻഡ് ഈസ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ. അടുത്ത ബീംസ് കണ്ടിന്യൂസ് ബീംസ് ആണ്. കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സ്പാൻ വരുന്ന ബീമിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുന്നത്. അതായത് മോർ ദാൻ 2 സപ്പോർട്ട്, 2 സപ്പോർട്ടിൽ കൂടുതലോ ഒന്നിൽ കൂടുതൽ സ്പാൻ വരുന്ന ബീമുകളെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. അത് ഫിക്സഡ് ബീംസ്. ഫിക്സഡ് ബീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീമിൻ്റെ രണ്ട് എൻഡും ഫിക്സഡ് ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു വാളിലോട്ടോ അതല്ലെങ്കിൽ ഒരു കോളത്തിലോട്ടോ ഈ ഒരു ബീം അവിടെ ഫിക്സ് ചെയ്ത് വച്ചേക്കുമായിരിക്കും. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ബിൽറ്റ് ഇൻ ബീംസ് അഥവാ എൻകാസ്റ്റഡ് ബീംസ് എന്നും കൂടി ഫിക്സഡ് ബീമിനെ നമുക്ക് വിളിക്കാം. ഫിക്സഡ് ബീംസ് എന്ന് പറയുന്നത് അതിൻ്റെ ബോത്ത് എൻഡും ഫിക്സഡ് ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ ഓവർഹാങ്ങിങ് ബീംസ്. ഓവർഹാങ്ങിങ് ബീംസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും നമുക്ക് അതിനെ ഒരു കോമ്പിനേഷൻ ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആൻഡ് കാൻഡിലിവർ ബീം എന്ന് പറയാം. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ AB എന്ന് പറയുന്ന പോർഷൻ സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ B തൊട്ട് ഇങ്ങോട്ട് വരുന്ന പോർഷൻ ഒരു കാൻഡിലിവർ പോർഷനാണ്. അതുപോലെ തന്നെ Aയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോർഷനും ഒരു കാൻഡിലിവർ പോലെ ഇരിക്കുന്ന ഒരു പോർഷനാണ്. സോ ഈ ഒരു ഓവർഹാങ് ചെയ്തിരിക്കുന്ന പോർഷൻ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഓവർഹാങ്ങിങ് പോർഷൻ ഉണ്ട്, അഥവാ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു ബീമിനെയാണ് നമ്മൾ ഓവർഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഓവർഹാങ്ങിങ് വേണമെങ്കിൽ ഒരു സൈഡിൽ മാത്രം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഓവർഹാങ്ങിങ് എടുക്കാൻ പറ്റും. സോ ബിയോണ്ട് ദി സപ്പോർട്ട് ഒരു ഓവർഹാങ്ങിങ് പോർഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ബീംസിനെയാണ് നമ്മൾ ഓവർഹാങ്ങിങ് ബീംസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടും. സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ബീംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീംസിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. ഒരു RC ബ്രിഡ്ജിൽ
ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബ്രിഡ്ജിൽ ഇവിടുത്തെ ബീം എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു സപ്പോർട്ടിൽ റെസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നത് ബീമാണ്. ഈ ബീം ഈ സപ്പോർട്ടിൽ, ഈ രണ്ട് സപ്പോർട്ടിൽ റെസ്റ്റ് ചെയ്ത് വച്ചേക്കുന്ന രീതിയിലായിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ബീംസിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറയുന്നത്. അടുത്തത് കാന്റിലിവർ ബീംസ്. ഇതൊരു 3D വ്യൂ ആണ് ഒരു ബിൽഡിങ്ങിന്റെ. ഇതിൽ ഈ ഒരു കാർ പോർച്ചിന്റെ ഏരിയ കൊടുത്തിരിക്കുന്ന ഈ ബീം എന്ന് പറയുന്നതിന്റെ ഒരെൻഡ് ഇവിടുത്തെ വാളല്ല, ഇവിടുത്തെ കോളമായിട്ട് ഫിക്സ്ഡ് ആണ്, മറ്റേ എൻഡ് ഫ്രീ ആണ്. ഇതിനാണ് നമ്മൾ കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു RC ഫ്രെയിം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ബീം, ഇതവിടുത്തെ കോളം. ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് ഫ്രീയും ആയിരിക്കും. ഇതിനാണ് നമ്മൾ കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. അടുത്തത് കണ്ടിന്യൂസ് ബീംസ്. കണ്ടിന്യൂസ് ബീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്പാൻസോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സപ്പോർട്ടുകളോ വരുന്ന അങ്ങനെയുള്ള ബീംസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്രെയിമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പറാണ് ബീം എന്ന് പറയുന്നത്. അത് ഓരോരോ നിലയിലും നമ്മൾ ബീംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്താൽ, ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് കോളമാണ്. ഈ പോയിരിക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പറാണ് കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് സപ്പോർട്ടിൽ കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് ഒരൊറ്റ സ്പാൻ അല്ല, മോർ ദാൻ 1 സ്പാൻ ആണ്. സോ ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുന്നത്. അടുത്തത് ഓവർ ഹാങ്ങിങ് ബീംസ്. സോ ഓവർ ഹാങ്ങിങ് ബീംസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെയും അതുപോലെ തന്നെ ഒരു കാന്റിലിവർ ബീമിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ഒരു ഓവർ ഹാങ്ങിങ് ബീം തന്നെയാണ്. ഈ ഒരു ബീമിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ ഒരു കാന്റിലിവർ പോർഷനോട് വന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഓവർ ഹാങ്ങിങ് എന്ന് പറയുന്നത്. സോ ഇതൊരു ഓവർ ഹാങ്ങിങ് ബീമിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. കൂടാതെ ഓവർ ഹാങ്ങിങ് നമുക്ക് ഒരു സൈഡിൽ മാത്രമല്ല കൊടുക്കാൻ പറ്റുന്നത്. സപ്പോർട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രൊജക്ഷൻ പോർഷനെയാണ് നമ്മൾ ഓവർ ഹാങ്ങിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ട് സൈഡിലും ഓവർ ഹാങ്ങിങ് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള ബീംസിനെയാണ് നമ്മൾ ഓവർ ഹാങ്ങിങ് ബീംസ് എന്ന് പറയുന്നത്. അടുത്തത് ഫിക്സഡ് ബീം, ബിൽട്ട് ഇൻ ബീം ഓർ എൻകാസ്റ്റർ ബീം എന്ന് വെച്ചാൽ രണ്ട് എൻഡും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീമിനെയാണ് നമ്മൾ ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ, അതായത് ഈ ബീമിൻ്റെ രണ്ട് എൻഡും ഈ കോളത്തിലോട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. കമ്പി കെട്ടി കൊടുത്തിരിക്കുന്നത്. ഈ കമ്പി ഇതിൻ്റെ ഉള്ളിലോട്ട്, ഈ കോളത്തിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഇവിടെ അത് ബിൽറ്റിങ് ചെയ്ത് വെച്ചേക്കുവാണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ രണ്ട് കോളത്തിൻ്റെ ഉള്ളിലും. ഇങ്ങനെയുള്ള ബീംസിനെയാണ് നമ്മൾ ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബിൽറ്റ് ഇൻ ബീംസ് എന്നും എൻകാസ്റ്റഡ് ബീംസ് എന്നും പറയുന്നത്. എൻകാസ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് തന്നെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് ഫിക്സഡ് ബീം. അടുത്തത് ബിഹേവിയർ ഓഫ് RCC ബീം. RCC ബീമിൽ ലോഡ് വരുമ്പോൾ അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം നോക്കാം. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഇതിൽ ഒരെൻ്റെ ഹിഞ്ച് എൻഡും ഒരെൻ്റെ റോളർ എൻഡും ആണ്. സോ ഈ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സോ ഈ ബീമിൽ ഒരു ലോഡ് വരുമ്പോൾ അത് ബെൻഡ് ചെയ്യുന്നു, അത് ചെറുതായിട്ടൊന്ന് വളയാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ലോഡ് കൊണ്ട് ആ ബീമിൽ, ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ലോഡ് കൊണ്ട് ബീം ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ബെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കംപ്രഷൻ ഉണ്ടാവുന്നു. അതായത് ഈ ടോപ്പ് സർഫസ് കംപ്രസ്ഡ് ആയി പോവുകയും ബോട്ടം സർഫസ് സ്ട്രെച്ച് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതായത് മുകളിൽ കംപ്രഷനും താഴെ ടെൻഷനുമാണ് ഉണ്ടാകുന്നത്. സോ ഈ കംപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺക്രീറ്റ് എടുത്തോളും. പക്ഷേ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യണം? സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യണം. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിൽ കംപ്രഷനും താഴെ ടെൻഷനുമാണ് ഉണ്ടാകുന്നത്. സെൻട്രൽ ആക്സിസിനാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ടെൻഷൻ സൈഡിലാണ്. അതായത് ബോട്ടം സർഫസ് ഓഫ് ദി ബീമിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇത് ഒരു ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും ഇത് ക്രോസ് സെക്ഷനുമാണ്. അലോങ് ദി ലെങ്ത്തിൽ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ നമുക്ക് എങ്ങനെയാണോ കാണാൻ പറ്റുന്നത് ആ ഒരു വ്യൂ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്, ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്. ഇത് നമ്മൾ ടെൻഷൻ സൈഡിലായിരിക്കും സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ കൊടുക്കുന്നത്. ഇത് അതിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ക്രോസ് സെക്ഷനിൽ ഇത് വിഡ്ത്ത് ഓഫ് ദി ബീമും ഇത് ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ബീമുമാണ്. ഇനി എന്താണ് ഒരു ബീമിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ ആക്ച്വലി കാണുന്ന ഒരു ബീം എന്ന് പറയുന്നത്. സോ ഇത് അതിന്റെ ലെങ്ത് ആണ്. ദെൻ ഇത് അതിന്റെ ബ്രെഡ്ത്തും ഇത് അതിന്റെ ഡെപ്തും ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മളൊരു ക്രോസ് സെക്ഷൻ വരയ്ക്കുന്നത്? ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബീമിനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ അതിനെ കാണാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ ക്രോസ് സെക്ഷൻ വ്യൂ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബീമിനെ നമുക്ക് ഇതിപ്പോൾ ഈ ഒരു ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു ബീമിലോട്ട് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് അതാണ് ഈ വരച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഏറ്റവും പുറമെ എന്തുണ്ട്? ഒരു റെക്ടാങ്കുലർ ഒരു പോർഷൻ ഉണ്ട്. ഈ റെക്ടാങ്കുലർ പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്ന ഏറ്റവും ഔട്ടർ കാണിച്ചിരിക്കുന്ന ഈ ഒരു റെക്ടാങ്കുലർ പോർഷൻ. ദെൻ ഉള്ളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന കമ്പി കൂടി കാണാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ഒരു റെക്ടാങ്കുലർ രീതിയിൽ കൊടുത്തിരിക്കുന്നത് കമ്പിയാണ്. ഈ കമ്പിക്ക് നമ്മൾ പറയുന്നതാണ് സ്റ്റിറപ്സ് എന്ന്. ആ സ്റ്റിറപ്സ് ആണ് ഈ റെഡ് കളറിൽ ഈ ക്രോസ് സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് നീളത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ക്രോസ് സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഈ പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ എഡ്ജ് മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എഡ്ജ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ബാർ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഷേപ്പാണ്. അപ്പോൾ അതിന്റെ നമ്മൾ കാണുമ്പോൾ എഡ്ജ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ ബാർ ആയിട്ടായിരിക്കും കാണുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ബോട്ടം പൊസിഷനിൽ 3 റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3 ബാറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കൂടാതെ മുകളിലായിട്ട് 2 ബാർസ് കൊടുത്തിട്ടുണ്ട്. ആ 2 ബാർസ് ആണ് ഈ കാണുന്നത്. സോ ഇങ്ങനെയാണ് ക്രോസ് സെക്ഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് വരയ്ക്കുന്നത്. ഇനി ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ലെങ്ത് വൈസ് ഉള്ള ഒരു സെക്ഷനാണ്. അതായത് ബീമിനെ ലെങ്ത് വൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു പോർഷൻ വരും. എന്നിട്ട് നമുക്ക് ഈ ഒരു മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ നീളത്തിൽ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഈ സ്റ്റിറപ്സ് ഓരോ ലൈൻ ആയിട്ടായിരിക്കും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെയായിരിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ വരുന്നത്. സോ അടുത്തായിട്ട് നമുക്ക് ബിഹേവിയർ ഓഫ് ക്യാൻഡിലീവർ ബീം എങ്ങനെയാണെന്ന് നോക്കാം. സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ അപേക്ഷിച്ച് ക്യാൻഡിലീവർ ബീമിന്റെ എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്? അതായത് ക്യാൻഡിലിവർ ബീം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എൻഡ് ഫിക്സഡും മറ്റേ എൻഡ് ഫ്രീയും ആയിരിക്കും. സോ ഈ ഫ്രീ എൻഡിൽ ഒരു ലോഡ് വരുമ്പോൾ ക്യാൻഡിലിവർ ബീം ബെൻഡ് ചെയ്യുന്നത് ഈ ഒരു രീതിക്കായിരിക്കും. അതായത് ടെൻഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ ടോപ്പ് ഫേസിലും കംപ്രഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ ബോട്ടം ഫേസിലും ആയിരിക്കും. സോ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത് ടെൻഷൻ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ക്യാൻഡിലിവർ ബീമിൻ്റെ കേസിൽ നമ്മൾ ടെൻഷൻ സൈഡായ ടോപ്പിലായിരിക്കും നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു ക്യാൻഡിലിവർ ബീമിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ആണ്. ടെൻഷൻ ഉണ്ടാകുന്ന മുകളിലായതുകൊണ്ട് തന്നെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ അതിന്റെ ടോപ്പ് സർഫസിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് അതിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ടോപ്പിലാണ് നമ്മൾ ബാർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ടോപ്പിലായിരിക്കും റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസും ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീംസും. അതിൽ ആദ്യത്തേതാണ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ്. സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ്, അതായത് അതിൽ നമുക്ക് ടെൻഷൻ എടുക്കേണ്ട രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മെയിനായിട്ട് വരുന്ന ആ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് ടെൻഷൻ സോണിൽ മാത്രമാണെങ്കിൽ അതിന് നമ്മൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ് എന്ന് പറയുന്നു. സോ ഇതൊരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിന് ഒരു ഫിഗറാണ്. ഇവിടെ നമ്മൾ ടെൻഷൻ വരുന്നത് ബീമിന്റെ ബോട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ സോണിൽ മാത്രം റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ്. ഇനി ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീംസ്. ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ സോണിലും കൊടുക്കും, അതുപോലെ തന്നെ കംപ്രഷൻ സോണിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. സോ ഈ ഒരു ഫിഗറിൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ
ബോട്ടത്തും റീൻഫോഴ്സ്മെന്റ് ബാർസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടോപ്പിലും റീൻഫോഴ്സ്മെന്റ് ബാർ കൊടുത്തിട്ടുണ്ട്. അതായത് ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ കംപ്രഷൻ സോണും ന്യൂട്രൽ ആക്സിസിന്റെ താഴെ ടെൻഷൻ സോണാണ്. അപ്പോൾ ടെൻഷൻ സോണിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കംപ്രഷൻ സോണിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം റീൻഫോഴ്സ്ഡ് ബീമിനെ നമ്മൾ പറയുന്നതാണ് ഡബിളി റീൻഫോഴ്സ്ഡ് ബീംസ്. ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ് സിംഗിളിയുടെയും ഡബിളിയുടെയും. സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിൽ ഈ സെൻട്രി കാണിച്ചിരിക്കുന്ന ന്യൂട്രൽ ആക്സിസ് ആണ്. ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ കംപ്രഷൻ സോണും ന്യൂട്രൽ ആക്സിസിന്റെ താഴെ ടെൻഷൻ സോണും ആണ്. അപ്പോൾ സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിൽ ടെൻഷൻ സോണിലാണ് റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡബിളി ആണെങ്കിൽ ടെൻഷൻ സൈഡിലും നമ്മൾ കൊടുക്കും, കംപ്രഷൻ സോണിലും കൊടുക്കും. സോ ഇതൊരു ഡബിളി റീൻഫോഴ്സ്ഡ് ബീമാണ്. ഇപ്പം നമുക്കൊരു സംശയം തോന്നാം, നമ്മൾ സാധാരണ ഒരു ബീം നമ്മൾ സൈറ്റിൽ നോക്കുമ്പോഴൊക്കെ അവിടെ രണ്ട് സൈഡിലും റീൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, താഴെ മാത്രം റീൻഫോഴ്സ്മെന്റ് കൊടുത്ത് കണ്ടിട്ടില്ലല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിന്റെ കേസിൽ നമ്മൾ മെയിൻ റീൻഫോഴ്സ്മെന്റ് താഴെ കൊടുക്കും, പക്ഷേ നമ്മൾ മുകളിലായിട്ട് ഒരു അഡീഷണൽ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹാങ്ങർ ബാർസ് എന്ന്. അതായത് ഈ ഒരു ഫിഗറിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഇതൊരു സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ആണ്. ഇതിൽ ഈ കാണിച്ചിരിക്കുന്നത് മെയിൻ റീൻഫോഴ്സ്മെന്റും അതിൽ ടോപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ നീളത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ബാർ എന്ന് പറയുന്നത് ഹാങ്ങർ ബാർസും ആണ്. അത് മിനിമം നമ്മൾ 2 എണ്ണമെങ്കിലും കൊടുക്കണമെന്നാണ് റൂൾ പറയുന്നത്. ഇനി ഈ ലൈൻ മാതിരി കാണിച്ചിരിക്കുന്നത് സ്റ്റിറപ്സ് ആണ്. ഈ ഒരു ബീം തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ കാണുന്ന ഈ ഒരു കമ്പിയാണ് ഈ കാണിച്ചിരിക്കുന്ന മെയിൻ റീൻഫോഴ്സ്മെന്റ്. അതുപോലെ തന്നെ ടോപ്പിൽ നീളത്തിൽ വരുന്ന ഫസ്റ്റത്തെ റീബാറാണ് ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഹാങ്ങർ ബാർസ് എന്ന് പറയുന്നത്. സോ സിംഗിളി റീൻഫോഴ്സ്ഡ് ബീം ആണെങ്കിലും സ്റ്റിറപ്സ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ മുകളിലും റീൻഫോഴ്സ്മെന്റ് ബാർസ് കൊടുക്കാറുണ്ട്. അത് മെയിൻ റീൻഫോഴ്സ്മെന്റ് ബാറിന്റെ അത്രയും ഡയമീറ്റർ വേണമെന്നില്ല. അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റിറപ്സിനെ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നതാണ് ഈ ഹാങ്ങർ ബാർസിന്റെ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിൽ മെയിൻ റീൻഫോഴ്സ്മെന്റ് നമ്മൾ ടെൻഷൻ സോണിൽ പ്രൊവൈഡ് ചെയ്യും, എന്നാൽ ഹാങ്ങർ ബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്രഷൻ സോണിലാണ്. അതിന്റെ നമുക്ക് സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമും ഡബിളി റീൻഫോഴ്സ്ഡ് ബീമും തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ താഴെ കാണിച്ചിരിക്കുന്നതാണ് നീളത്തിൽ പോകുന്നതാണ് മെയിൻ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്, അഥവാ മെയിൻ ബാർസ്. ഇതിൽ ഈ കാണുന്ന ഇങ്ങനെ ചുറ്റി കെട്ടി കൊടുത്തിരിക്കുന്ന ഈ റെക്ടാങ്കുലർ രീതിക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. കൂടാതെ മുകളിൽ 2 കമ്പി ഇങ്ങനെ നീളത്തിൽ പോയിരിക്കുന്നത് കാണാൻ പറ്റും. ഈ നീളത്തിൽ കൊടുത്തിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ ഹാങ്ങർ ബാർസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ ഈ പറയുന്ന മെയിൻ റീൻഫോഴ്സ്മെന്റിനെ അതുപോലെ തന്നെ സ്റ്റിറപ്സിനെ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നതാണ് ഈ ഹാങ്ങർ ബാർസിന്റെ ഫംഗ്ഷൻ. സോ ഇതൊരു സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമാണ്. ഇനി ഡബിളിയുടെ കേസ് എടുത്താൽ ഇവിടെ നമുക്ക് മനസ്സിലാവും, ഇവിടെ നീളത്തിൽ ഈ കൊടുത്തിരിക്കുന്നതാണ് ടെൻഷൻ സോണിൽ കൊടുത്തിരിക്കുന്ന റീൻഫോഴ്സ്മെന്റ്. അതുപോലെ തന്നെ മുകളിലും നമ്മൾ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 എണ്ണമല്ല കൊടുത്തിരിക്കുന്നത്, ഇവിടെ ഏകദേശം താഴത്തെ അതേ ഡയമീറ്റർ വരുന്ന മെയിൻ റീൻഫോഴ്സ്മെന്റ് തന്നെയാണ് മുകളിലും കൊടുത്തിരിക്കുന്നത്. അതായത് കംപ്രഷൻ സോണിലും റീൻഫോഴ്സ്മെന്റ് ബാർസ് കൊടുത്തിട്ടുണ്ട്, ടെൻഷൻ സോണിലും റീൻഫോഴ്സ്മെന്റ് ബാർസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു ഡബിളി റീൻഫോഴ്സ്ഡ് ബീം ആണ്. അടുത്തത് നമുക്ക് RCC ബീംസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസിനെ പരിചയപ്പെടാം. അതിൽ ആദ്യത്തേതാണ് എഫക്റ്റീവ് ഡെപ്ത്, ക്ലിയർ കവർ, എഫക്റ്റീവ് കവർ, ന്യൂട്രൽ ആക്സിസ്, ലിവർ ആം, എഫക്റ്റീവ് സ്പാൻ ആൻഡ് ക്ലിയർ സ്പാൻ. ഈ പറയുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് എഫക്റ്റീവ് ഡെപ്ത്. എന്താണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്? ഇതൊരു ബീമിന്റെ ക്രോസ് സെക്ഷന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ടോട്ടൽ ഡെപ്ത് ഓഫ് ബീം എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ബീം ടു ദ സെൻറ്റർ ഓഫ് റീൻഫോഴ്സ്മെന്റ്. ബീമിന്റെ ടോപ്പിൽ നിന്ന് റീൻഫോഴ്സ്മെന്റ് ബാറിന്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് ബീമിന്റെ ടോപ്പിൽ നിന്ന് താഴെ ടെൻഷൻ സോണിൽ കൊടുത്തിരിക്കുന്ന റീൻഫോഴ്സ്മെന്റ് ബാറിന്റെ
സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ d എന്നാണ്. ഇനി എന്താണ് ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത്? ഓവറോൾ ഡെപ്ത് എന്ന് വെച്ചാൽ ബീമിൻ്റെ ടോട്ടൽ ഡെപ്ത് ഓഫ് ബീമിനെയാണ് നമ്മൾ ഓവറോൾ ഡെപ്ത് ഓഫ് ബീം എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് ക്ലിയർ കവർ. ക്ലിയർ കവറിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് നോമിനൽ കവർ. എന്താണ് ക്ലിയർ കവർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഔട്ടർ സർഫസ് ഓഫ് കോൺക്രീറ്റ് ടു ദ നിയറസ്റ്റ് സർഫസ് ഓഫ് ദ റീൻഫോഴ്സ്മെൻറ്റ്. എന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ ഔട്ടർ സർഫസിൽ നിന്ന് റീൻഫോഴ്സ്മെൻറ്റിൻ്റെ സർഫസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്ലിയർ കവർ എന്ന് പറയുന്നത്. അതായത് ക്ലിയർ കവർ എന്ന് പറയുന്നത് എല്ലാ സൈഡും ഉണ്ടാവും. ഈ സൈഡിൽ ഇതാണ് അതിൻ്റെ ഔട്ടർ സർഫസ്. അവിടെ തൊട്ട് ഇവിടെ നമ്മൾ സ്റ്റിറപ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ക്ലിയർ കവർ എന്ന് പറയുന്നത്. അങ്ങനെ 4 സൈഡും നമ്മൾ ക്ലിയർ കവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ക്ലിയർ കവർ നമ്മൾ കൊടുക്കുന്നത് അഥവാ നോമിനൽ കവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? മെയിൻ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് കവർ എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ റീൻഫോഴ്സ്മെൻറ്റ് ഫ്രം കൊറോഷൻ. നമ്മുടെ റീൻഫോഴ്സ്മെൻറ്റിന് കൊറോഷൻ ഒന്നും സംഭവിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ ക്ലിയർ കവർ. കൂടാതെ ടു പ്രൊവൈഡ് ഫയർ റെസിസ്റ്റൻസ് ടു ദ റീൻഫോഴ്സ്മെൻറ്റ്. അതായത് ഫയർ, തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ക്ലിയർ കവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പർപ്പസ് ഓഫ് ക്ലിയർ കവർ എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് എഫക്റ്റീവ് കവർ. എന്താണ് എഫക്റ്റീവ് കവറും ക്ലിയർ കവറും തമ്മിലുള്ള ഡിഫറൻസ്? എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ ഫേസ് ഓഫ് ദ മെമ്പർ ടു ദ സെൻട്രോയിഡ് ഓഫ് ദ റീൻഫോഴ്സ്മെൻറ്റ്. മെമ്പറിൻ്റെ ഫേസിൽ നിന്ന് റീൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. എന്നാൽ ക്ലിയർ കവർ എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദ മെമ്പറിൽ നിന്ന് റീൻഫോഴ്സ്മെൻറ്റിൻ്റെ സർഫസ് വരെ അഥവാ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്ലിയർ കവർ എന്ന് പറയുന്നത്. സോ എഫക്റ്റീവ് കവർ കണ്ടുപിടിക്കാൻ വേണ്ടി 2 കണ്ടീഷനാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ക്ലിയർ കവർ പ്ലസ് ഡയമീറ്റർ ഓഫ് സ്റ്റിറപ്സ് പ്ലസ് 0.5 ഇൻറ്റു ഡയമീറ്റർ ഓഫ് റീൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ഈ ചെറിയൊരു ഗ്യാപ്പിനെയാണ് നമ്മൾ ക്ലിയർ കവർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ സ്റ്റിറപ്സിൻ്റെ ഡയമീറ്റർ ആഡ് ചെയ്യുക, പ്ലസ് ഈ കൊടുത്തിരിക്കുന്ന ബാറിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതി എടുക്കുക. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ എഫക്റ്റീവ് കവർ കിട്ടും. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് കവർ കിട്ടാൻ വേണ്ടി ഓവറോൾ ഡെപ്തിൽ നിന്ന് എഫക്റ്റീവ് ഡെപ്ത് കുറച്ചാൽ മതി. അതായത് ടോട്ടൽ ഡെപ്ത് ഓഫ് ബീം ആണ് ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത്. ദെൻ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ടോപ്പ് ഫേസ് ഓഫ് ബീമിൽ നിന്ന് ടെൻഷൻ സോണിൽ കൊടുത്തിരിക്കുന്ന റീൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. സോ ആ ഒരു ഡിസ്റ്റൻസ് കുറച്ചാലും നമുക്ക് എഫക്റ്റീവ് കവറിൻ്റെ വാല്യൂ കിട്ടും. ന്യൂട്രൽ ആക്സിസ്. എന്താണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ന്യൂട്രൽ ലെയർ വിത്ത് ദ ബീം സെക്ഷൻ. ന്യൂട്രൽ ലെയർ അത് ബീം സെക്ഷനുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്രൽ ആക്സിസ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിവൈഡിങ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ബീം ഇൻടു ടെൻഷൻ സോൺ ആൻഡ് കംപ്രഷൻ സോൺ. ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ്? ടെൻഷൻ സോണായിട്ടും കംപ്രഷൻ സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിനെ നമുക്ക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയാൻ പറ്റും. ഇനി ന്യൂട്രൽ ആക്സിസ് സ്ട്രെസ്സിൻ്റെ വാല്യൂ അതുപോലെ തന്നെ സ്ട്രെയിനിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഇതാണ് ഒരു ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും ക്രോസ് സെക്ഷനുമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബീം സെക്ഷനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ടെൻഷൻ സോണായിട്ടും കംപ്രഷൻ സോണായിട്ടും ഡിവൈഡ് ചെയ്യുന്ന ഈ ന്യൂട്രൽ ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് ലിവറാം. ലിവറാം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് കംപ്രഷൻ ആൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ടെൻഷൻ. അതായത് മാക്സിമം കംപ്രസീവ് ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റും അതുപോലെ തന്നെ ടെൻസൈൽ ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റും ആക്ട് ചെയ്യുന്ന ആ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിവറാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് J/D എന്നാണ്. അതായത് ഇതൊരു ബീമിൻ്റെ ക്രോസ് സെക്ഷനാണ്. അതിൻ്റെ സ്ട്രെയിൻ ഡയഗ്രവും സ്ട്രെസ് ഡയഗ്രവും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ റിസൾട്ടൻറ്റ് കംപ്രഷൻ ആക്ട് ചെയ്യുന്ന പോയിന്റ് ഇതും ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഇതുമാണ്. ഇവ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിവറാം അഥവാ ലിവറാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്.
ക്ലിയർ സ്പാനും എഫക്റ്റീവ് സ്പാനും എന്താണെന്ന് നോക്കാം. എന്താണ് ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്? ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്. രണ്ട് സപ്പോർട്ടുകൾക്കിടയിൽ വരുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. ഇനി എഫക്റ്റീവ് സ്പാൻ എന്ന് വെച്ചാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട്. രണ്ട് സപ്പോർട്ടുകളുടെ സെൻറ്റർ മുതൽ അടുത്ത സെൻറ്റർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. ദെൻ ആസ് പെർ IS 456-2000 അനുസരിച്ച് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് കണ്ടീഷനാണുള്ളത്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ എഫക്റ്റീവ് സ്പാൻ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓർ സ്ലാബ് ഈസ് ടേക്കൺ ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ടു സെൻറ്റർ ഓഫ് സപ്പോർട്ട്. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയാലും ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആയാലും എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സപ്പോർട്ടുകൾക്കിടയിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട് പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ബീം ചെയ്യുമ്പോൾ നമുക്ക് എഫക്റ്റീവ് സ്പാൻ കിട്ടും. അതായത് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എഫക്റ്റീവ് സ്പാന്. ഈ രണ്ട് കണ്ടീഷനും ചെയ്തിട്ട് ഏതാണോ ചെറിയ വാല്യൂ അതായിരിക്കും നമ്മൾ എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുന്നത്. സോ ഇതൊക്കെയാണ് ബീമിൻ്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ്. ഡിസൈൻ ചെയ്യുമ്പോൾ ഇവ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബീംസിനെ കുറിച്ചാണ്. ബീം എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ബീം ഉണ്ടെന്നും ബീമിൻ്റെ ബിഹേവിയർ എന്താണെന്നും എവിടേക്കാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡെപ്തിൽ ബീം എന്താണെന്ന് പഠിക്കാം. So please, thank you for watching this video. Please like, share and subscribe. കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.